വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ദിസ് ഇസ് മീ അഭിരാമി. അപ്പോൾ മക്കളെ, നമ്മളിതാ ബയോളജിയിൽ ഒരു ചാപ്റ്ററാണ് സീഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ അടിപൊളിയായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് ഒരു പോർഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, പ്ലാന്റ്സ് വിച്ച് ഹണ്ട് ചെയ്യുന്ന പ്ലാന്റ്സിനെ പറ്റിയിട്ട്. നമുക്കറിയാം ആനിമൽസ് ആണ് ഇരപിടിയന്മാരല്ലേ. അപ്പോൾ ഇപ്പോൾ ലയൺ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈഗർ ആയിക്കോട്ടെ, എല്ലാവരും ഇര പിടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലും ഇതുപോലെയുണ്ടോ? നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് എന്താണ് ഓട്ടോട്രോപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ഇനി ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് എന്നാണ് അല്ലേ. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ എന്താ? നറിഷ്മെന്റ് എന്നാണ്. സോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് നറിഷ്മെന്റ്, അല്ലെങ്കിൽ തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, തനിയെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആനിമൽസോ, നമ്മളെ വിളിക്കുക എന്താ? ഹെറ്ററോട്രോപ്സ് എന്നാണ് അല്ലേ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതേഴ്സ് എന്നാണ്, ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് എന്നാണ്. അപ്പോൾ നറിഷ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഫുഡിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഓട്ടോട്രോപ്സ് ആണോ? തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണോ? നമുക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യും? അവർ തനിയെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഈ കൂട്ടത്തിലും ഹണ്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാവരും തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചില ഫാക്ടേഴ്സ് കിട്ടാതെ വരുമ്പോൾ അവരെന്തായി മാറും? ഇരപിടിയന്മാരായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ there are few plants which can trap insects and digest them. അതായത് അവർക്ക് തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യുന്ന അറിയോ? അവർ ഇൻസെക്റ്റിനെയും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ജീവികളെയും അവരുടെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അവരെ ഡൈജസ്റ്റ് ചെയ്ത് ദഹിപ്പിച്ച് അവരുടെ ഉള്ളിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഇവരെ നമുക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ നെഫന്തിസ് എന്ന് പറയും. അപ്പോൾ ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ മക്കളെ, യെസ്, പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ജഗ് ലൈക്ക് ഷേപ്പ് എന്നാണ്. ഇതാ ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടിട്ട് നമുക്കൊരു ജഗ് പോലെ തോന്നില്ലേ? നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ജഗ് പോലെ തോന്നില്ലേ? സോ ജഗ് ലൈക്ക് ഷേപ്പാണ് എന്തിനുള്ളത്? നമ്മുടെ പിക്ചർ പ്ലാന്റിനുള്ളത്. ദാ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? നമ്മുടെ ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്യും. അതായത് കാണാൻ നല്ല രസമാണ്. ഇതൊരു ലീഫ് മോഡിഫിക്കേഷൻ ആണ്. അതായത് ഇലകൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു ജഗ് ലൈക്ക് സ്ട്രക്ചറായി മാറുക. മാത്രമല്ല ഇതിൻ്റെ മുകളിൽ ഒരു ലിഡ് ഉണ്ട്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യും, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഇൻസെക്റ്റ് വന്നിരുന്ന് കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു ഇൻസെക്റ്റ് ആണ്. ഈ ഒരു ഇൻസെക്റ്റ് ഇവിടെ വന്നിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്, ചെറിയ ചെറിയ മുട്ടി പോലെയുള്ള ഹെയർസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് വളർന്നിരിക്കുന്നത് താഴേക്കാണ്, ഡൗൺവേർഡ്സിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻസെക്റ്റ് വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റ് താഴേക്ക് തന്നെ വീഴും, ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലോ നിറയെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്റ്റ് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ലിഡ് എന്ത് ചെയ്യും? ഈ മുകളിലുള്ളത് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യും. എന്നിട്ട് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് വെച്ചിട്ട് അതിൽ ട്രാപ്പ് ആയിരിക്കുന്ന ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള പിക്ചർ പ്ലാന്റ്സ് അഥവാ നെഫന്തിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കേടാ, ദ പിക്ചർ ലൈക്ക് ഓർ ജഗ് ലൈക്ക് സ്ട്രക്ചർ ഇസ് ദ മോഡിഫൈഡ് പാർട്ട് ഓഫ് ദി ലീഫ്. സോ ലീഫ് മോഡിഫൈ ചെയ്തിട്ടാണ്, കണ്ടോ, ഈ ഒരു ലീഫ് മോഡിഫൈ ചെയ്തിട്ടാണ് ഒരു പിക്ചർ ലൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലൈക്ക് സ്ട്രക്ചർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപ്പെക്സിൽ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഒരു മുകളിലത്തെ പോർഷനിൽ എന്തുണ്ട്? ഒരു ലിഡ് ഉണ്ട്, ഒരു അടപ്പ് പോലെയുണ്ട്. വിച്ച് ക്യാൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ദ മൗത്ത് ഓഫ് ദ പിക്ചർ. ഈ പിക്ചറിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ട് എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരു ലിഡ് ഉണ്ട് അതെ. അപ്പോൾ നിങ്ങൾ കണ്ടോ, മിസ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹെയർ ലൈക്ക് ആയിട്ടുള്ള ഡൗൺവേർഡിലേക്കുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള നമ്മുടെ പിക്ചർ പ്ലാന്റ്. അപ്പോൾ ഈ ലീഫിൻ്റെ മോഡിഫിക്കേഷൻ ആണ് ഈ പിക്ചർ പ്ലാന്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇൻസൈഡ് ദ പിക്ചർ there are hairs which are directed downwards. താഴേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹെയർസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസെക്റ്റ് എപ്പോഴെങ്കിലും ഈ ഒരു പിക്ചർ പ്ലാന്റിൽ വന്നിരുന്ന് കഴിയുമ്പോൾ ഈ ലിഡ് ക്ലോസ് ആവുകയും ഇൻസെക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു മുടിയുടെ ഉള്ളിൽ എന്താവും? അതിൽ കുടുങ്ങി അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുകയും ചെയ്യും. സോ ഈ ലിഡ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇൻസെക്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തായി? ട്രാപ്പായി പോയി അല്ലേ. സോ ഈ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ, ഇൻസെക്റ്റ് ഈറ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുക. സോ നമ്മുടെ ടെക്സ്റ്റിൽ ഇതുപോലെയുള്ള ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? there are some plants which trap and eat frogs. ഇനി ഇൻസെക്റ്റിനെ മാത്രമല്ല, ചെറിയ ചെറിയ ഫ്രോഗ്സിനെ ആയിക്കോട്ടെ, ഇൻസെക്റ്റുകളെ ആയിക്കോട്ടെ, ഈവൻ മൈസ്, എലികളെ വരെ
എന്ത് ചെയ്യും, ഇവർ ഇതിൻ്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തിട്ട് ഇവരിതാ കഴിക്കുക അല്ലേ. ദ പിച്ചർ പ്ലാന്റ് അഥവാ നെഫന്തിസ് ഈസ് വൺ സച്ച് പ്ലാന്റ്. അതിലൊരാളാണ് നമ്മുടെ നെഫന്തിസ് അഥവാ പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ആൻഡ് മേഘാലയ ഇൻ ഇന്ത്യ. ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും മേഘാലയ പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ പിച്ചർ പ്ലാന്റിനെ കണ്ടുവരുന്നത്. സോ ഇറ്റ് ഹാസ് എ പിച്ചർ ലൈക്ക് ഷേപ്പ് ആൻഡ് മൗത്ത് ഇസ് കവേർഡ് ബൈ എ ലീഫ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പിച്ചർ ലൈക്ക് ഷേപ്പാണ്, അതിന് ഒരു ലിഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ പ്ലാന്റ് ഹാസ് എ സ്പെഷ്യൽ സ്മെൽ ദാറ്റ് അട്രാക്ട്സ് ദ ഇൻസെക്ട്സ് ടു ഇറ്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സ്മെല്ലാണുള്ളത്. അപ്പോൾ ഈ സ്മെല്ല് കാരണം എന്താവും, ഇൻസെക്ട് ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് ഇതിലേക്ക് വന്നിരിക്കും. when the insect land on the mouth of the plant it gets trapped and cannot get out. അങ്ങനെ അത് ട്രാപ്പ് ആവും, പുറത്തേക്ക് വരാൻ പറ്റില്ല. what a clever way to hunt. ഇതുപോലെ ഹണ്ട് ചെയ്യാനായിട്ട് വളരെ ക്ലവറായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹണ്ട് ചെയ്യാൻ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി യൂസ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ പിച്ചർ പ്ലാന്റ്. അപ്പോൾ പിച്ചർ പ്ലാന്റ് മാത്രമല്ല ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള വേറെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതാ ഈ കാണുന്ന പിക്ചറിലുള്ളതാണ് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ്. അതുപോലെ തന്നെ സൺഡ്യൂ പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീനസ് ഫ്ലൈ ട്രാപ്പ് ഇതാ ഇങ്ങനെയായിരിക്കുക. ഇതിനുള്ളൊരു ഇൻസെക്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള അവരുടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതാ വീനസ് ഫ്ലൈ ട്രാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൺഡ്യൂ പ്ലാന്റ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യും, ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഇനി ആവശ്യം എന്നുള്ളത് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.